പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് നാളുകളായിട്ട് വീഡിയോ ചെയ്യാതിരിക്കുമായിരുന്നു. ഞാൻ പുതിയ വീഡിയോ ഇനി തുടങ്ങുവാണ്. ഞാൻ പോകുന്നത് അമൃതപ്പൊടി കൊണ്ടൊരു അവലോസ് ഉണ്ടയാണ്. എൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് അമൃതപ്പൊടി. നമുക്ക് നേഴ്സറിനൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. പൊടി ഞാൻ ഒരു 1/2 കിലോ ഉണ്ട്. 1/2 കിലോ പൊടിയാണ്. 1/2 കിലോ പൊടിക്കകത്തോട്ട് ഞാൻ ഇത് 2 തേങ്ങ ചുരണ്ടി മിക്സിയിലൊന്ന് പൊടിച്ചതാണ്. അമൃതം പൊടിക്ക് തീരെ നൈസായതുകൊണ്ട് തേങ്ങ ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചതാണ്. അതും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. ഒരു സ്പൂൺ എള്ളും കൂടെ ഞാൻ ഇടുവാണ്. ഇത് കറുത്ത എള്ള് കഴുകി വാരി കല്ല് കളഞ്ഞതാണ്. നമുക്കിതൊന്ന് തിരുമ. നന്നായിട്ടൊന്ന് തിരുമി അവലോസ് പൊടിയെ നമ്മുടെ തേങ്ങ ഒന്ന് പൊടിക്കണം. ഉപ്പും തേങ്ങയും എള്ളും. അമൃതപ്പൊടി നല്ലപോലെ തേങ്ങയും എള്ളും ഉപ്പും കൂടി ഇട്ട് തിരിഞ്ഞതാണ്. ഇതിന് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് വാർത്തെടുക്കാം. നമ്മുടെ അവലോസ് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനിയാക്കി നമുക്ക് അതിനകത്ത് ഉണ്ടയുണ്ടാക്കാം. നമ്മുടെ മൂത്ത പൊടി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ശർക്കര ഉരുക്കിയതാണ്. നമുക്കിതൊന്ന് പാനിയാക്കാനായിട്ട് അടുപ്പത്തോട്ട് വെക്കാം. അമൃതപ്പൊടിക്ക് നല്ല മധുരമുള്ളതുകൊണ്ട് അധികം ശർക്കരയുടെ ആവശ്യമില്ല. ഒരു മുറി നാരങ്ങാനീര്, ശർക്കരപ്പാനിക്കകത്തോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീരൂടെ ഇതിനകത്ത് ഒഴിക്കുക. ശർക്കര പാനിയായിട്ടുണ്ട്. നമ്മുടെ അമൃതം പൊടി വറുത്തത് നമുക്ക് ശർക്കര പാനിക്കകത്തിട്ടില്ല. ഒരു ശകലം പൊടി നമുക്ക് വെച്ചേക്കണം. ഉണ്ട ഉരുട്ടി ഈ പൊടി ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് വെച്ചതാണ്. ഇതിട്ട് നമുക്കിനി ഉരുട്ടാം. ഇതുപോലെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പൊടിക്കകത്തോട്ട് നമുക്കൊന്ന് തിരിഞ്ഞെടുക്കാം. എന്നാലും അതിന് നല്ലൊരു ഒട്ടൽ വരാതിരിക്കാനാണ്. ചൂടോടെ ഉരുട്ടണം, അല്ലെ ഉരുട്ടാൻ ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ വാർത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചാൽ ഒന്നുകൂടെ മയം വരും. അമൃതം പൊടി കൊണ്ടുള്ള അവലോസ് ഉണ്ട റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. തുടർന്ന് എൻ്റെ വീഡിയോ കാണുക.